ഇന്ന് നമുക്ക് അധികം ഭക്ഷണം കഴിക്കാതെയും അമിതമായി ഭാരം കൂടുന്നതിൻ്റെ ചില കാരണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. മധുരം, ജങ്ക് ഫുഡ്, മറ്റ് അമിതമായി ഭക്ഷണം എന്നിവ കഴിക്കുന്നില്ല, എന്നിട്ടും അമിതമായി ഭാരം കൂടുന്നു എങ്കിൽ സൂക്ഷിക്കുക. തുടർച്ചയായി ഭാരം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുടെ സൂചനയാകാം. ദഹനം, വെള്ളം കുടി, ഹോർമോൺ വ്യതിയാനങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ 1-2 കിലോഗ്രാം വ്യത്യാസം വരുന്നത് സ്വാഭാവികമാണ്. ഇവിടെ പറയുന്നത് അതിനെക്കുറിച്ചല്ല. ഡയറ്റിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്താതെ ക്രമാതീതമായി ഭാരം കൂടുന്നുണ്ടെങ്കിൽ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ഉറക്കമില്ലായ്മ. ഉറക്കം ശരീരഭാരത്തെ സ്വാധീനിക്കുമെന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കാൻ കൂട്ടാക്കിയെന്ന് വരില്ല. പക്ഷേ അത് വാസ്തവമാണ്. നല്ല ഉറക്കം കിട്ടിയില്ലെങ്കിൽ അത് ഹോർമോൺ വ്യതിയാനത്തിന് കാരണമാവും. വിശപ്പിനെ ബാധിക്കും. അതായത് കൂടുതൽ വിശപ്പ് അനുഭവപ്പെടും. അത് കൂടുതൽ കാലറിയുള്ള ഭക്ഷണം കഴിക്കാനുള്ള അമിതമായ താല്പര്യം അനുഭവപ്പെടും. ഇത് സ്വാഭാവികമായും ഭാരക്കൂടുതലിലേക്ക് നയിച്ചേക്കാം. പുകവലി മറ്റൊരു കാരണമാണ്. പുകവലി നിർത്തുന്നത് ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുമെങ്കിലും അത് താൽക്കാലികമായി ഭാരക്കൂടുതലിലേക്ക് നയിച്ചേക്കാം. നിക്കോട്ടിന് വിശപ്പ് കെടുത്താനുള്ള കഴിവ് കൂടുതലാണ്. പുകവലി നിർത്തുന്നതോടെ സ്വാഭാവികമായും വിശപ്പ് തിരിച്ചു വരും. ചിലപ്പോൾ കൂടുതൽ വിശപ്പും അനുഭവപ്പെടും. ഭക്ഷണം പതിവിൽ കൂടുതൽ കഴിക്കാൻ അത് കാരണമാകും. വ്യായാമത്തിലൂടെ കാലക്രമേണ ഇത് നിയന്ത്രിക്കാവുന്നതേയുള്ളൂ. പോളിസ്റ്റിക് ഓവറി സിൻഡ്രം (PCOS) ഒരു ഹോർമോണൽ ഡിസോർഡറാണ്. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ് ഭാരം കൂടുന്നത്, പ്രത്യേകിച്ച് വയറ് കൂടും. ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് നയിക്കുന്നതിനാൽ ശരീരത്തിന് ഇൻസുലിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കാതെ വരും. ഇത് കൊഴുപ്പ് ശേഖരണത്തിലേക്കും ഭാരക്കൂടുതലിലേക്കും നയിക്കും. ചിട്ടയായ വ്യായാമം, ആരോഗ്യകരമായ രീതിയിൽ ഭക്ഷണം കഴിക്കുക, ഭാരം നിയന്ത്രിക്കുന്നതിനുള്ള മറ്റു വഴികൾ എന്നിവയിലൂടെ PCOS കാരണമുള്ള ഭാരക്കൂടുതൽ നിയന്ത്രിക്കാൻ സാധിച്ചേക്കും. ഹൃദയാരോഗ്യം മറ്റൊരു കാരണമാണ്. ഹൃദയാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് വളരെ വേഗത്തിൽ ഭാരം കൂടും. ഫ്ലൂയിഡ് റിട്ടൻഷൻ കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഹൃദയത്തിന് ഫലപ്രദമായി രക്തം പമ്പ് ചെയ്യുന്നതിൽ വീഴ്ച പറ്റുമ്പോൾ ഫ്ലൂയിഡ് റിട്ടൻഷൻ സംഭവിക്കുന്നു. ഇത് ഭാരക്കൂടുതലിലേക്ക് നയിച്ചേക്കാം. വൃക്കരോഗം മൂലവും ഇങ്ങനെ സംഭവിച്ചേക്കാം. ശരീരത്തിലെ മാലിന്യങ്ങളും കൂടുതലായി വരുന്ന ഫ്ലൂയിഡുകളും ഫിൽറ്റർ ചെയ്യുന്നത് വൃക്കകളാണ്. അത് കൃത്യമായി പ്രവർത്തിക്കാതെ വരുമ്പോൾ ശരീരത്തിൽ ഫ്ലൂയിഡ് വർദ്ധിക്കും. ഇത് നീർവീക്കത്തിനും ഭാരക്കൂടുതലിനും കാരണമാകും. ഇത് ചികിത്സിക്കാതെ വിട്ടുകഴിഞ്ഞാൽ വൃക്കരോഗം മൂർച്ഛിക്കാനും ആരോഗ്യത്തെ മുഴുവൻ ബാധിക്കാനും കാരണമാകും. ഇതുപോലെ തന്നെ കരൾക്കോശങ്ങളും കരളിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ ഭാരക്കൂടുതലിലേക്ക് നയിച്ചേക്കാം. കരൾ രോഗം അതായത് സിറോസിസ് കരളിനെ ബാധിക്കുന്ന ഒന്നാണ് എന്ന് നമുക്കറിയാം. ഈ അവസ്ഥയിലെത്തുന്നതോടെ കരളിൻ്റെ സ്വാഭാവിക പ്രവർത്തനം നിലയ്ക്കും. ഇത് വയറ്റിൽ ഫ്ലൂയിഡ് നിറയുന്നതിന് കാരണമാകും. അത് വയറ് വലുതാക്കുകയും ഭാരക്കൂടുതലിന് കാരണമാകുകയും ചെയ്യും. ഇത് കൊഴുപ്പടിഞ്ഞുകൂടിയല്ല ഇവരിൽ തടി കൂടുന്നത് ഫ്ലൂയിഡ് മൂലമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നത് മറ്റൊരു തരത്തിൽ ഭാരക്കൂടുതലിന് കാരണമാകും, പ്രത്യേകിച്ച് സ്ത്രീകളിൽ. കാരണം വിശപ്പ് നിലനിൽക്കുന്നതിനാൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതിലേക്ക് ഇത് നയിക്കുകയും ഭാരം കൂടുന്നതിന് ഇടയാക്കുകയും ചെയ്യും. ദഹനപ്രശ്നങ്ങൾ, മലബന്ധം, വയറുവീർക്കൽ, ഉപാപചയ പ്രവർത്തനങ്ങൾ മെല്ലെയാവുക തുടങ്ങി ദഹനത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഭാരക്കൂടുതലിലേക്ക് നയിച്ചേക്കാം. ഡയറ്റിലെ മാറ്റങ്ങൾ, ഹൈഡ്രേഷൻ, ഫിസിക്കൽ ആക്ടിവിറ്റി എന്നിവയാണ് കാരണം. ഫൈബർ സമ്പുഷ്ടമായ ഭക്ഷണം, ചിട്ടയായ വ്യായാമം എന്നിവയിലൂടെ ദഹനം മെച്ചപ്പെടുത്തി ഇതൊരു പരിധിവരെ കുറച്ചേക്കാം. ഇതിനെല്ലാം പുറമെ മെനോപോസ്, തൈറോയിഡ് തുടങ്ങിയവ കാരണമുള്ള ഹോർമോൺ വ്യതിയാനങ്ങൾ, കാലറികൾ ശരീരത്തെത്തുന്നത്, ശാരീരിക പ്രവർത്തനങ്ങളിലെ കുറവ്, സമ്മർദ്ദം മൂലമുള്ള അമിതതീറ്റ, ആർത്തവചക്രവുമായി ബന്ധപ്പെട്ടുള്ള ഫ്ലൂയിഡ് റിട്ടൻഷൻ എന്നിവ ഭാരക്കൂടുതലിലേക്ക് വഴിവെച്ചേക്കാം.